സിനിമ ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊരു പരീക്ഷണ സിനിമയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം പൃഥ്വിരാജ് ഓൾറെഡി തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ മുരളി ഗോപി എന്ന റൈറ്റർ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ, അതൊക്കെ ഒരു ലാർജർ ക്യാൻവാസിൽ അവർ പ്രസൻറ്റ് ചെയ്യാനാണ് ശ്രമിച്ചിരിക്കുന്നത് ഈ സിനിമയിലുടനീളം തന്നെ. ഇൻ്റർവ്യൂസിൽ തന്നെ പറഞ്ഞ കാര്യമാണ്, സിനിമയുടെ തുടക്കത്തിൽ അരമണിക്കൂർ ഏകദേശം ഹിന്ദി ഡയലോഗ്സ് മാത്രമേ ഉള്ളൂ. അങ്ങനെ തന്നെയാണ് തുടക്കത്തിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇന്ത്യയിലും പണ്ട് നടന്ന ഒരു സംഭവമായിട്ട് നമുക്ക് വേണമെങ്കിൽ കൂട്ടിക്കലർത്താവുന്നുള്ളൊരു കാര്യമാണ് കാണിക്കുന്നത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഒരു അരമണിക്കൂർ ഹിന്ദി ഡയലോഗ്സ് മാത്രമേ വരുന്നുള്ളൂ. ഹിന്ദി അറിയുന്നില്ലെങ്കിൽ കുറച്ചൊരു ഇല്ല സബ് ടൈറ്റിൽ സിനിമയിലൂടെ കൊടുക്കുന്നുണ്ടെങ്കിലും. പിന്നെ അതിനുശേഷം കേരള പൊളിറ്റിക്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ എബ്രഹാം ഖുറേഷി ആരാണ്, എന്താണ് അദ്ദേഹത്തിൻ്റെ ഹോൾഡ് എന്താണ്, അതുപോലെ തന്നെ ഈ ഒരു വേൾഡിലാണെങ്കിൽ നെക്സസ് ഉണ്ടെന്ന് പറയപ്പെടുന്നു. അങ്ങനെ നെക്സസ് ഉണ്ടെങ്കിൽ ഏത് നെക്സസ് ആണ്, ഏതൊക്കെ നെക്സസ് ആണ് ഉള്ളത്, ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ നമ്മൾ കേരള പൊളിറ്റിക്സിനെ കുറിച്ചും ഈ വേൾഡിൽ നടക്കുന്ന ഇങ്ങനെ നെക്സസിനെ കുറിച്ചും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊണ്ടുപോകുന്നൊരു ഇതാണ്. പിന്നെ ഇടയ്ക്ക് കുറേ ഭാഗങ്ങൾ ചെറിയൊരു ലാഗ് ഉള്ളതുപോലെ പേഴ്സണലി എനിക്ക് തോന്നി. അത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള അവരുടെ അഭിപ്രായമായിരിക്കും. അപ്പോൾ സിനിമയുടെ തുടക്കത്തിൽ കിട്ടുന്ന ഒരു ഇമോഷൻ ഉണ്ട്. ആ ഒരു ഇമോഷൻ നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കൊരു സിനിമ ത്രൂഔട്ട് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇതൊരു ടിപ്പിക്കൽ മാസ് മസാല സിനിമ അല്ല. എന്നാൽ അതോടൊപ്പം തന്നെ മോഹൻലാൽ ഫാൻസിനോ അല്ലെങ്കിൽ മോഹൻലാൽ ഫാൻസിനെന്ന് തന്നെ ഫാൻസ് വേണമെന്ന് മാത്രമല്ല, അല്ലാതെ എല്ലാവർക്കും ഉള്ള ഒരു എന്താ പറയുക, ഒരു ആഘോഷിക്കാനുള്ള കുറച്ച് കൈയടിക്കാനും വിസിലടിക്കാനും ഉള്ള കുറേ കാര്യങ്ങളുള്ള സിനിമയിലുണ്ടെങ്കിൽ തന്നെ ഇതൊരു ടിപ്പിക്കൽ മാസ് മസാല സിനിമയല്ല. അപ്പോൾ ആ ഒരു ചിന്തയോടെ ഒരിക്കലും വരരുത്. ഇതൊരു വൈഡർ ഓഡിയൻസിന് വേണ്ടിയിട്ട് ലാർജർ ക്യാൻവാസിൽ ഒരു എടുത്തിരിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ആ ഒരു ഇത് വേണം. പിന്നെ അതുപോലെ തന്നെ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന സിനിമയിൽ നമ്മൾ രാഷ്ട്രീയപരമായിട്ടുള്ള ഡയലോഗുകൾ ഒത്തിരി നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ സിനിമയിൽ പ്രസന്റ് ഡേ പൊളിറ്റിക്സിനെ കുറിച്ച് തന്നെ വളരെ വ്യക്തമായിട്ടൊരു രീതിയിൽ പറയുന്നുണ്ട്. ഒരുപക്ഷെ നാളെ എങ്ങനെയായിരിക്കും കേരളത്തിലെ പൊളിറ്റിക്സ് മാറാൻ പോകുന്നത് അതുപോലും ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നുണ്ട്. കാരണം ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നതല്ല, ഇതിനകത്ത് കാണിക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ ഇങ്ങനെ നമ്മൾ ആരെങ്കിലും അങ്ങനെ നാളെ കേരള പൊളിറ്റിക്സിൽ അങ്ങനെ സംഭവിച്ചു കൂടാകുകയില്ല എന്ന് ഓൾറെഡി തന്നെ നമ്മൾ വാർത്തകളിലൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. അങ്ങനെ പല കാര്യങ്ങളോടൊക്കെ പല ഇമോഷൻസിലൂടെ കടന്നു പോകുന്ന ഒരു സിനിമയാണ്. പക്ഷേ എനിക്ക് ഒരു കാര്യം എനിക്ക് പറയാമെന്ന് വെച്ചാൽ, സിനിമയുടെ തുടക്കത്തിൽ കിട്ടിയ ഒരു പ്രതീക്ഷ ഒരു 100% എനിക്ക് സിനിമയുടെ ഒരു അവസാനമായപ്പോഴത്തേക്കും എനിക്ക് ഒരു കിട്ടിയില്ല. നമ്മൾ ഒത്തിരി പ്രതീക്ഷകൾ ഒത്തിരി കൂടുതലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എന്താ പറയുക, ഒരു വ്യത്യസ്ത സിനിമയാണ്, ഒരു പരീക്ഷണ സിനിമയാണെന്ന് തന്നെ പറഞ്ഞ രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതുപോലെ തന്നെ പല ഒരു സെഗ്മെൻറ്റിലായിട്ടാണ് കഥ പോകുന്നത്. അപ്പം നമ്മൾ പെട്ടെന്നൊരു ഹോളിവുഡ് ലെവലിലേക്കുള്ള കാര്യങ്ങൾ നടത്തുന്ന അതിന് പെട്ടെന്ന് തന്നെ കേരളത്തിലേക്ക് വരുന്നു, ഇവിടുത്തെ റിലവൻറ്റ് പൊളിറ്റിക്സിനെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ആ ഒരു കണക്ഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകണം. എന്നാൽ ഞാൻ തീർച്ചയായിട്ടും സിനിമ ഇഷ്ടപ്പെടും. ലാലേട്ടൻ്റെ ഡയലോഗും അതൊക്കെ കുറവായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അത് ഫീൽ ചെയ്തായിരുന്നു? അല്ല, ലാലേട്ടൻ്റെ അങ്ങനെയൊന്നുമില്ല, കുറേ ഡയലോഗ്സ് ഒക്കെ ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടിപ്പിക്കൽ മാസ് ഡയലോഗ്സ് അല്ല ഈ സിനിമയ്ക്കകത്ത് വരുന്നത്. അല്ലാതെ ഒത്തിരി നമ്മൾ കെയർഫുള്ളായിട്ട് അവർ എഴുതിയ കുറേ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയില്ല. ഇപ്പോൾ ഒരു സിനിമയിൽ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം അരമണിക്കൂറിലുള്ള ഒരു സീനിൽ ഒരാൾ എത്ര നേരം മുഖം കാണിക്കുന്നു എന്നതിന് അവിടെ പ്രസക്തിയില്ലല്ലോ. ഇദ്ദേഹത്തിന് വ്യക്തമായ രീതിയിൽ ഇദ്ദേഹം തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഇദ്ദേഹത്തിൻ്റെ ഷോൾഡറിൽ തന്നെയാണ് സിനിമ മൊത്തം കടന്നു പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള ആ ഒരു ഡയലോഗ് എല്ലാം കൊടുത്തിട്ടുണ്ട്. മേക്കിംഗ് വൈസ് ഒക്കെ അടിപൊളിയാണ്. അത് മേക്കിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു, നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് കാര്യങ്ങൾ എന്താ പറയുക, ഇറാഖിലേക്ക് ഒരു എക്സ്പ്ലോഷനും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് ഒരു CGI അല്ല, ഒരു റിയൽ എക്സ്പ്ലോഷനാണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സത്യം പറയാമല്ലോ, നമ്മൾ ഈ CGI ഇതെല്ലാം കണ്ടിട്ടുണ്ട്, എന്നെപ്പോലെ ഒരു സാധാരണ പ്രേക്ഷകന് അത് മേക്കൗട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് ഞാൻ പറയാം. കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു തോട്ടുണ്ടായിരുന്നു, മലയാള സിനിമ ഇങ്ങനെ കുറേ കൂടെ വലിയൊരു ലാർജർ ക്യാൻവാസിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളത്. അപ്പം അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു എഫേർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രേക്ഷകരാണ് ഇനി തീരുമാനിക്കേണ്ടത്. ഞാൻ വീണ്ടും പറയുന്നത്, ഒരു ടിപ്പിക്കൽ മാസ് മസാല അല്ല, സിനിമയല്ല. അല്ലാതെ വന്നിരുന്ന് കാണുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പടം സൂപ്പർ പടം, ഗംഭീര പടം, ഒരു രക്ഷയില്ല. 6 വർഷം കാത്തിരുന്നത് കണ്ണിറച്ച് ലാലേട്ടനെ സ്ക്രീനിൽ കാണാൻ പറ്റി. സൂപ്പർ പടം. ലൂസി പക്ക സീക്വൽ തന്നെ പൃഥ്വിരാജ് ചെയ്തുകൊണ്ട്. കാരണം ആദ്യം പൃഥ്വിരാജ് നമ്മൾ സമ്മതിക്കണം, ഇത്രയും വലിയ ബഡ്ജറ്റ്, ഇത്രയും വലിയ ലാൻഡ്സ്കേപ്പ്, ഇത്രയും വലിയ ആക്ടേഴ്സ്, ഇത്രയും വലിയ രാജ്യങ്ങളിൽ പോയി ഒരു പടം ചെയ്യുന്നതിന് പൃഥ്വിരാജ് സമ്മതിക്കണം. ബഡ്ജറ്റ് ഇറങ്ങിയത് എല്ലാ സ്ക്രീനിൽ കാണുന്നുണ്ട്. സൂപ്പർ പടം. L3ക്ക് വേണ്ടി കട്ട വിധി. L3യുടെ ടീലിനോടാണ് പടം നിൽക്കുന്നത്. നമ്മളെല്ലാവരും ഇന്റർനെറ്റിൽ സംശയം പറഞ്ഞല്ലോ, ഒരു ആക്ടറായിരിക്കും, ഒരു കുറേ പുള്ളി തന്നെയാണ് L3യിലെ വലിയ പുള്ളിയെ കാണിച്ചുകൊണ്ടാണ് പടം നിൽക്കുന്നത്. ആക്ഷൻ സീക്വൻസ്, ഡയലോഗ്സ്, ഇമോഷൻസ്
ക്യാമറ, ലൊക്കേഷൻസ്, ആക്ടേഴ്സ് എല്ലാം ഗംഭീരമായിട്ട്. മഞ്ജു വാര്യർ അടിപൊളിയായിരുന്നു, പൃഥ്വിരാജ് അടിപൊളി, ലാലേട്ടൻ തകർത്തിട്ടുണ്ട്. കൂടുതലും ഖുറേഷി അബ്രാമിനാണ് കാണിക്കുന്നത്. സ്റ്റീഫൻ്റെ ഒരു 2 സീനുണ്ട്, ഒരു ഫോറസ്റ്റ് സീനൊക്കെ ഉണ്ട് സെക്കൻഡ് ഹാഫ്. കണ്ടൊക്കെ സുരാജ് ഇതുവരെ പറഞ്ഞ ജംഗിൾ പൊളി സാധനമാണ്, ഗംഭീരമാണ്, സൂപ്പർ. ലൂസിഫർ ആണോ എമ്പുരാനാണോ എന്ന് ചോദിച്ചാൽ ഏതായിരിക്കും? അങ്ങനെ രണ്ടും. ലൂസിഫർ എന്ന് വെച്ചാൽ ഒരു ടിപ്പിക്കൽ മലയാളം കൊമേഴ്ഷ്യൽ. എമ്പുരാൻ ഇതൊരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡാണ് ചെയ്തത്. പക്ഷേ നോർമൽ ഓഡിയൻസ് ചിലപ്പോൾ ലൂസിഫർ കുറച്ചുകൂടി ഇഷ്ടപ്പെടുന്നതാണ്. കാരണം അതിൽ സ്റ്റീഫൻ കുറേ ഉണ്ട്, ഇതിൽ സ്റ്റീഫൻ 2-3 സീനുകൾ കൂടുതലും ഖുറേഷി അബ്രാമിനെ ഫോക്കസ് ചെയ്താണ് കഥ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. പക്ഷേ സ്റ്റീഫൻ വരുന്ന സീനെല്ലാം ഗംഭീരമാണ്. രണ്ടും അങ്ങനെ കമ്പയർ ഉണ്ട്, രണ്ടും ഗംഭീര സിനിമകൾ തന്നെയാണ്. പക്കാ സീക്വൽ. ഇനി എൽത്രിക്കായിട്ട് വെയിറ്റിംഗ് ആണ്. ലാലേട്ടന് ഡയലോഗ് ഇങ്ങനെ കുറഞ്ഞു പോയി എന്നൊക്കെ പറയുന്നുണ്ട്, അങ്ങനെ തന്നെ ഫീൽ ചെയ്തായിരുന്നു? അങ്ങനെയൊന്നുമില്ല. കാരണം ഈ പൃഥ്വിരാജ് ഇന്റർവ്യൂ പറഞ്ഞിട്ട് ഈ കഥാപാത്രത്തിൽ ഒരു സീക്രസി ഉണ്ട്. ഈ ഖുറേഷി അബ്രാമിന് ഒരു നിഗൂഢ എപ്പോഴും 24 മണിക്കൂർ ആ പുള്ളി തന്നെ കാണിച്ചുകൊണ്ടിരുന്ന ആ സീക്രസി നഷ്ടപ്പെടും. കാണിക്കുന്ന സീനുകൾ ഗംഭീരമായിട്ട് പ്രസന്റ് ചെയ്യും. ഡയലോഗ്സിനെക്കാട്ടി പുള്ളിയുടെ ഇമോഷൻസ്, പുള്ളിയുടെ സ്വാഗ്, പുള്ളിയുടെ ആക്ഷൻ സീക്വൻസ്, പുള്ളിയുടെ ഓരോ നോട്ടങ്ങളാണ് ഇതിൽ നമ്മളെ പ്രമിപ്പിക്കും. ഡയലോഗ്സിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഗംഭീര സിനിമയാണ്. ഈ വിഷ്വൽ എക്സ്പീരിയൻസ് ഇല്ല, കണ്ട് ആസ്വദിക്കുക. ഫാമിലി ഓഡിയൻസിനൊക്കെ എങ്ങനെ? ഫാമിലി ഓഡിയൻസിന് ഇഷ്ടപ്പെടും. ലൂസിഫറിൽ കുറച്ചുകൂടെ നമ്മുടെ കേരളമായിട്ട് ബേസ് ചെയ്തുകൊണ്ട് അവർക്ക് കണക്ക്. ഇതിൽ ഒരുപാട് ഇംഗ്ലീഷ് ഡയലോഗ്സ്, ഒരുപാട് ഹിന്ദി ഒരു 10-20 മിനിറ്റോളം ഹിന്ദി കിട്ടും. അപ്പോൾ ഫാമിലിക്ക് എത്രത്തോളം അത് നോക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ ഫാൻസിനും സിനിമ സീരിയസ് ആയിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഒരു മാസ് പടം തന്നെയാണോ? മാസ് തന്നെ, മാസ് ആക്ഷൻ പാക്ഡ് കൊമേഴ്ഷ്യൽ സിനിമയാണ്. അതൊരു ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് സമ്മതിച്ചു കൊടുക്കണം. ഇത് പടത്തിന്റെ ബഡ്ജറ്റ് 150 കോടിയൊക്കെയാണെന്ന് തോന്നുന്നു. അതിൻ്റെ എല്ലാ സ്ക്രീനിൽ കാണാനുണ്ട്. എന്തോ അത് ഒരിക്കലും ഓഡിയൻസിനെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. ക്ലൈമാക്സിലൊക്കെ ടൈറ്റിൽ കാർഡിലൊക്കെ എന്തൊക്കെയോ വലിയ സംഭവം ഉണ്ടെന്ന് പൃഥ്വി പറയുന്നത് കേട്ടു. പക്ഷെ ഒരു സംഭവം ഇല്ല എന്നുള്ളത് സത്യസന്ധമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിൽ ഞാൻ സമ്മതിച്ചിരിക്കുന്നത് ഇതൊരു ബ്രാൻഡ്, ഒരു ഗ്ലോബൽ ലെവൽ ഇതിനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റിയ വലിയ സംഭവം തന്നെയാണ്. ഒന്നും പറയാനില്ല. കാരണം അത് ഭയങ്കര വിൻ സിറ്റുവേഷൻ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ സ്ക്രിപ്റ്റ് വളരെ വീക്ക്. ലൂസിഫറൊക്കെ വെച്ച് നോക്കുമ്പോൾ അടുത്തുപോലും നിൽക്കാൻ പറ്റാത്ത ലെവല് തീരെ പോരാ. ഇനി തേർഡ് കാണണമെന്ന് ഭയങ്കര തേർഡ് കണ്ട് ഇപ്പം നമുക്ക് തോന്നും വല്ലാത്ത ഗുണ്ട് വെടി പൊട്ടണ ലെവൽ. ചൈനയിലോട്ട് പോയി പറ വെടി പൊട്ടണ ഒരവസ്ഥയെ കാണിക്കുന്നൊന്നുമല്ലാതെ പടം മൊത്തത്തിൽ വളരെ ആവറേജാണ്. ഫാൻസ് ഷോയിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് ഫാൻസെ കുറച്ച് പേര് പൊക്കി പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഞാൻ സത്യസന്ധമായിട്ട് പറയാം, വളരെ ആവറേജ് പടം, വളരെ നോർമൽ ആവറേജ്. ഇപ്പോൾ ഇതിൻ്റെ ബ്രില്യൻസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാർക്കറ്റിംഗ് ചെയ്ത് ഈ 50 കോടി പ്രീ ലോഞ്ചിൽ വാരിയെന്നുള്ളതാണ്. അതിന് സമ്മതിച്ചു കൊടുത്തേ ഉള്ളൂ. അത് ബ്രില്യൻറ്റ് മൂവ് തന്നെയാണ്. അല്ലാതെ ഈ പടത്തിൽ ഒന്നും തന്നെ വളരെ നോർമൽ. അതുപോലെ നമ്മുടെ ട്രെയിലറിൽ തന്നെ ഇതിൽ വന്ന മെയിൻ ടോപ്പിക്കുകളെല്ലാം കവറായിട്ടുണ്ട്. വളരെ കുറച്ച് ഫ്രെയിംസ് നല്ല ഫ്രെയിംസ് അല്ലാതെ കാണുന്നുള്ളൂ. ബാക്കിയെല്ലാം കണ്ടതുകൊണ്ടേ ട്രെയിലർ അതും ഒരു നല്ല സ്ട്രാറ്റജി. ട്രെയിലറിൽ ബെസ്റ്റ് ഓഫ് ദ ഷോട്ട്സ് ഓഫ് ദ ഫിലിം അവർ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ബാക്കി എല്ലാത്തിനും നല്ല ഡിസപ്പോയിൻമെൻ്റ് ആണ്. ഒരു ലാലേട്ടൻ ഫാൻ എന്ന ലെവലിൽ എനിക്ക് നല്ല വിഷമമുള്ള ഒരു അവസ്ഥയാണ്. എന്തായാലും പക്ഷേ ലാലേട്ടൻ്റെ പടമാണ്. ലാലേട്ടൻ്റെ പടം എന്തായാലും വന്ന് കാണണം, തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. അതുപോലെ തന്നെ ആസ്പെക്ട് റേഷ്യോ ഇത് അനോമോർഫിക് ലെൻസിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊന്ന് ഓഡി വണ്ണിൽ തന്നെ വന്ന് കാണുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇപ്പോൾ PVR IMAX-ലൊക്കെ പോയാൽ പോലും ആ ബ്ലാക്ക് ഗ്രേഡ് കുറച്ചുകൂടെ കൂടുതലായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിൽ കുഴപ്പമില്ല. ദീപക് ദേവിൻ്റെ BGM നന്നായിട്ടുണ്ട്, വലിയ കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഭയങ്കര സംഭവം എന്ന് പറയാനില്ല. ഇപ്പോൾ ഒരുപാട് നമ്മൾ കണ്ട് മാറുന്ന പടങ്ങളുടെ ഒരു സ്ക്രിപ്റ്റാണ്. വേറെ ഒരു പുതുമയില്ല. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു സർപ്രൈസോ ഒരു ടേണിംഗ് മൊമെൻറ്റോ ഒന്നുമില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്തായാലും വന്ന് കാണുക. ഹൈപ്പോടെ വരരുത്, ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആകും. അല്ലാതെ കുഴപ്പമില്ല. ജസ്റ്റ് ഒന്ന് കാണാം, ഒരു ആവറേജ്.